ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 21 വചനങ്ങൾ നമുക്ക് വായിക്കാം. അവിടെ പറയുന്നത് 20-ാമത്തെ വചനത്തിൽ പറയുന്നു, നിത്യ നിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശു ക്രിസ്തു മുഖാന്തരം നമ്മൾ നിവർത്തിക്കുമാറാകട്ടെ. നോക്കേ, നമ്മുടെ ദൈവം ആരാണ്? സമാധാനത്തിൻ്റെ ദൈവമാണ്. യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം. അപ്പം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയല്ല. അവിടെ നിന്ന് നമ്മുടെ പിതാവാൻ ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തി എന്നവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. നിങ്ങളെ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി. അപ്പം നമുക്ക് നന്മ ദൈവം എന്തിനാ തരുന്നതെന്ന് അവിടെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. എല്ലാ നന്മയും ദൈവം തരുന്നത് നമ്മെ എന്ത് ചെയ്യുവാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണമാണ് നമുക്ക് നന്മ തരുന്നത്. തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുന്നു. അപ്പോൾ ദൈവത്തിന് പ്രസാദമുള്ളത് നമ്മിൽ കൂടി നിവർത്തിച്ചെടുക്കുവാൻ വേണ്ടി ദൈവം നമുക്ക് സകല നന്മകളും തരുന്നു എന്ന് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അവിടെ നമ്മുടെ പിതാവ് എത്ര നല്ലവനാണ്, എത്ര സ്നേഹനിധിയായ ദൈവമാണ്. നാം പിതാവിനെ അനുസരിക്കാതെ ജീവിക്കാതിരിക്കാൻ തന്നെത്താൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് നന്മ തന്ന് നമ്മളെ കൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ, വിശുദ്ധിയോടുകൂടി ആരാധിക്കുവാൻ യേശു ക്രിസ്തു മുഖാന്തരം ഒരുക്കുകയാണ് ചെയ്തത്. ഈ പിതാവ് എത്ര നല്ലവനായ ദൈവമാണ്. നമുക്കിങ്ങനെ ഒരു പിതാവിനെ കാണുവാൻ തക്കവണ്ണം ഇടയാക്കി തന്ന യേശു ക്രിസ്തുവിന് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുവാൻ നമ്മളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് മൂലം ദൈവം സഹായിക്കുമാറാകട്ടെ. ആമേൻ.